ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള ഫിഷുകളെ കുറിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് കുറച്ച് ഗൗരാമികളെയാണ്. ഇതിൽ 2 ഗ്ലാസുകളിലായി 2 തരത്തിലുള്ള ഗൗരാമി ഫിഷുകളെ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അതിലൊന്ന് നീല നിറത്തിലുള്ള ഗൗരാമി ഫിഷ് ആണ്. നമ്മൾ കൊണ്ടുവന്നതിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഗൗരാമി ഫിഷ് ആയിരുന്നു ഈ നീല നിറത്തിലുള്ള ഗൗരാമി. നമ്മൾ ആദ്യം കൊണ്ടുവന്നതിൽ 2 ഗൗരാമി ഫിഷ് ഈ നീല നിറത്തിലുള്ള ഗൗരാമി കൊന്നു കളഞ്ഞിരുന്നു. ഒരെണ്ണത്തിന്റെ ടെയിലാണെങ്കിൽ മുറിച്ചു കളയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൗരാമിയെ മാത്രം നമ്മൾ മാറ്റിയിട്ടാണ് വളർത്തുന്നത്. എന്തായാലും ഇവരുടെ പ്രൈസ് വരുന്നത് പെയറിന് ഏകദേശം 40 രൂപയാണ്. അക്വേറിയസ്റ്റുകൾക്കിടയിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മത്സ്യമാണ് ഗൗരാമികൾ. എന്തായാലും ഇനി നമ്മൾ നമ്മുടെ ഗൗരാമികളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി പോകുന്നത്. 90 ഉപവർഗവും 4 ഉപകുടുംബങ്ങളും 15 ജനുസുകളും ഉൾപ്പെടുന്ന വലിയ ഒരു ശുദ്ധജല മത്സ്യകുടുംബമാണ് ഗൗരാമികൾ. ഈ കുടുംബത്തിലെ മിക്ക മത്സ്യങ്ങളെയും അലങ്കാര മത്സ്യം എന്ന നിലയിൽ വളർത്തി വരുന്നു. ഇവ സ്വാഭാവികമായി ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ, പാകിസ്ഥാൻ, വടക്കുകിഴക്കൻ കൊറിയ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇവയിൽ വലിയ ഇനങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. വളരെ ഭംഗിയുള്ള അലങ്കാര മത്സ്യമായ സയാമീസ് ഫൈറ്റർ മത്സ്യങ്ങൾ ഈ കുടുംബത്തിൽപ്പെട്ടതാണ്. മുട്ടയിടുന്ന മത്സ്യങ്ങളായ ഇവയിൽ മിക്കവയും കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു വളർത്തുന്നവയാണ്. ഈ ഇനത്തിൽപ്പെട്ട എല്ലാ മത്സ്യങ്ങൾക്കും വായുവിൽ നിന്നും നേരിട്ടും ശ്വസിക്കാൻ സാധിക്കും. ഇതിന് ഇവയ്ക്ക് ലാബ്രിന്ത് എന്ന പ്രത്യേക അവയവമുണ്ട്. ഇത് ഇവയെ വ്യത്യസ്ത ജല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. ഓസ്ഫ്രോനേമിഡെ കുടുംബത്തിൽപ്പെടുന്ന ഇവയിൽ നിരവധി സ്പീഷീസുകളും ഉൾപ്പെടുന്നു. അവയിൽ ചിലത് സയാമീസ് ഫൈറ്റിംഗ് ഫിഷ്, ബെറ്റാസ് പ്ലൈൻഡൻസ്, കുള്ളൻ ഗൗരാമീസ്, കൊളിസലാലിയ പോലുള്ള ജനപ്രിയ അക്വേറിയ മത്സ്യങ്ങളാണ്. അതേപോലെ തന്നെ ഗൗരാമിയുടെ വലിപ്പം വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭീമൻ ഗൗരാമി അതായത് ഓസ്ഫ്രോണമസ് ഗോറാമി പോലുള്ള ചില സ്പീഷീസുകൾ ഗണ്യമായ വലുപ്പത്തിൽ എത്തുമ്പോൾ കുള്ളൻ ഗൗരാമിയെ പോലെ മറ്റുള്ളവ വളരെ ചെറുതാണ്. ഇവയുടെ പ്രജനനം എന്ന് പറയുന്നത് ചില ഗൗരാമി സ്പീഷീസുകൾ മൗത്ത് ബ്രൂഡറുകളാണ്. മറ്റു ചിലത് മുട്ടകൾ വിരിയിക്കാൻ കുമിളക്കൂടുകൾ നിർമ്മിക്കുന്നു. ഗൗരാമികൾ പൊതുവെ സമാധാനപ്രിയരാണ്. പക്ഷേ പ്രത്യേകിച്ച് പ്രജനന സമയത്ത് പ്രാദേശികമായി പെരുമാറുകയോ ആക്രമണാത്മകമായി പെരുമാറുകയോ ചെയ്യാം. അതിനാൽ സമാനമായ വലുപ്പമുള്ള സമാധാനപ്രിയരായ മറ്റ് മത്സ്യ ഇനങ്ങളെ ഇവയുടെ കൂടെ പാർപ്പിക്കുക. ഗൗരാമികൾക്ക് ശ്വാസകോശം പോലെ പ്രവർത്തിക്കുന്ന ഒരു ലാബ്രിന്ത് അവയവമുണ്ട്. ഇത് ഉപരിതലത്തിൽ വായു ശ്വസിക്കാൻ അനുവദിക്കുന്നു. പ്രകൃതിയിൽ ഈ പൊരുത്തപ്പെടുത്തൽ അവയെ ആഴം കുറഞ്ഞതും നിശ്ചലവുമായ ഓക്സിജൻ കുറവുള്ള വെള്ളത്തിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നു. ചില ഗൗരാമികൾ മൗത്ത് ബ്രൂഡറുകളാണ്. ചിലത് മുട്ടകൾ വിരിയുന്നത് വരെ ഉപരിതലത്തിൽ കുമിളക്കൂടുകൾ ഉണ്ടാക്കുന്നു. ഗൗരാമികൾ സർവ്വഭോജികളായ മത്സ്യങ്ങളാണ്. അവയ്ക്ക് സസ്യഭക്ഷണങ്ങളും മാംസഭക്ഷണങ്ങളും വൈവിധ്യമാർന്ന ഭക്ഷണക്രമത്തിൽ നൽകാം. തടവിൽ കഴിയുമ്പോൾ ഉയർന്ന നിലവാരമുള്ള മീൻ അടരുകൾ, ഉരുളകൾ, ഉപ്പുവെള്ളച്ചെമ്മീൻ, രക്തപ്പുഴുക്കൾ, പ്രാണികൾ തുടങ്ങിയ ശീതീകരിച്ചതോ ജീവനുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിച്ച് അവയ്ക്ക് വളരാൻ കഴിയും. ആൽഗ അടിസ്ഥാനമാക്കിയുള്ള ഫ്ലേക്ക് ഭക്ഷണവും ഇവ ആസ്വദിച്ച് കഴിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗൗരാമി മത്സ്യങ്ങൾക്ക് വരുന്ന രോഗങ്ങളെ കുറിച്ചിട്ടാണ്. ഗൗരാമി മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് കുള്ളൻ ഗൗരാമികൾ, ഇറിഡോ വൈറസ്, ഫിൻ റോട്ട്, പരാത അണുബാധകൾ എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ അവ മറ്റു മത്സ്യങ്ങളോട്, പ്രത്യേകിച്ച് ആൺമത്സ്യങ്ങളോട് പരസ്പരം ആക്രമണം കാണിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ടാങ്ക് സാഹചര്യങ്ങളുടെ അപര്യാപ്തതയിൽ നിന്ന് സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. അതേപോലെ തന്നെ ഗൗരാമി ഫിഷുകളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 5 വർഷം വരെയാണ്. ഇനി 10 വെറൈറ്റി ഓഫ് ഗൗരാമി ഫിഷുകളെ കുറിച്ചിട്ടാണ് പറയാനായി പോകുന്നത്. ബ്ലൂ ഗൗരാമി, ചോക്ലേറ്റ് ഗൗരാമി, ഡാർഫ് ഗൗരാമി, കിസ്സിംഗ് ഗൗരാമി, മൂൺലൈറ്റ് ഗൗരാമി, പേൾ ഗൗരാമി, ഹണി ഗൗരാമി, സ്പാർക്ലിംഗ് ഗൗരാമി, ക്രൂക്കിംഗ് ഗൗരാമി, സ്നേക്ക് സ്കിൻ ഗൗരാമി എന്നിവയൊക്കെയാണ്. ഗൗരാമികൾ പൊതുവെ ഹാർഡി ആയിട്ടുള്ള ഫിഷുകളാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് കൂടിയാണ് ഗൗരാമികൾ. ഇനി ഇവരുടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഫിഷിന്റെ ഫിൻ റൗണ്ട് ഷേപ്പിലായിരിക്കും. എന്നാൽ മെയിൽ ഫിഷിന്റേത് കൂർത്ത ഫിൻ ആയിരിക്കും. അതേപോലെ തന്നെ ആൺ പെൺ മത്സ്യത്തെ തിരിച്ചറിയാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് പെൺമത്സ്യത്തിന്റെ വയറ് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാനായി സാധിക്കും. എന്നാൽ ആൺമത്സ്യം പെൺമത്സ്യത്തെ അപേക്ഷിച്ച് കുറച്ച് മെലിഞ്ഞ ശരീരപ്രകൃതമായിരിക്കും. അതേപോലെ തന്നെ ഗൗരാമികളുടെ ടാങ്ക് മേറ്റുകൾ എന്ന് പറയുമ്പോൾ, അതായത് ഇവരുടെ കൂടെ ഇടാൻ പറ്റുന്ന മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഇവരെക്കാൾ കുറച്ച് വലിപ്പം കൂടിയ ഫിഷുകളെ എല്ലാം നമുക്ക് ഇവരുടെ കൂടെ ഇടാനായി സാധിക്കും. എന്നാൽ ഇവരെക്കാൾ ചെറിയ സൈസിലുള്ള ഫിഷുകളെ ഇവരുടെ കൂടെ ഇടുമ്പോൾ ചിലപ്പോൾ അവയെ ആക്രമിക്കാനോ ഭക്ഷിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒരേപോലെ വളർത്താൻ പറ്റുന്ന മത്സ്യങ്ങളാണ് ഗൗരാമികൾ. എന്തായാലും ഗൗരാമികളെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കും.
ഇരിക്കുന്നു. ഇനി നമ്മൾ നമ്മളുടെ ഗൗരാമികളെ എല്ലാം അതിന്റെ ടബിലേക്ക് തന്നെ തിരിച്ച് റിലീസ് ചെയ്യാനായി പോവുകയാണ്. അപ്പോൾ പുതിയ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാട്ടർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഫിഷിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.